സിനിമ മേഖലയിലേക്ക് വരുന്നത് ശരിക്കും ഞാൻ ശരിക്കും വീട്ടിൽ ഭയങ്കര സാമ്പത്തിക പ്രശ്നമൊക്കെ ഉണ്ടായിരുന്ന ആളാണ്. എൻ്റെ വീട്ടിൽ സാമ്പത്തികമായിട്ട് സേഫ് അല്ലാത്ത ഒരു സിറ്റുവേഷൻ ആയിരുന്നു. ഒരു പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ ആ ടൈമിൽ. അപ്പോൾ എങ്ങനെയാലും വീട്ടുകാരെ സഹായിക്കണം, എന്തെങ്കിലും ഒരു ജോലി കണ്ടെത്തണം, അതിനകത്തുനിന്ന് സാമ്പത്തികം ഉണ്ടാക്കി വീട്ടുകാരെ ഹെൽപ്പ് ചെയ്യണം. കാരണം സാമ്പത്തികമായിട്ട് ഭയങ്കര മോശത്തിലായിരുന്നു. അങ്ങനെ ഒരു തോട്ട്സ് ഉള്ളായിരുന്നു. ചിലപ്പോൾ സിനിമയെന്നൊന്നും ചിന്തിക്കാനുള്ള മൈൻഡ് സെറ്റ് അല്ല അന്നേരം ഈ പ്രശ്നമുള്ളത്. അപ്പോൾ അങ്ങനെ ഇരുന്ന് ഇപ്പോൾ പ്ലസ് ടു ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കിനും പ്ലസ് ടു സമയത്ത് പക്ഷേ എനിക്ക് ക്യാമറയോട് ഭയങ്കര ക്രേസ് ഉണ്ടായിരുന്നു. ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ ഭയങ്കര. ഇപ്പോൾ ഞാൻ ആ സമയത്തൊക്കെ മറ്റേ ഈ നമ്മുടെ അവിടെയുള്ളൊരു വെഡ്ഡിങ് ഒക്കെ ചെയ്യുന്ന ഒരു ചേട്ടൻ്റെ കൂടെ നമ്മൾ ഈ ലൈറ്റ് അടിക്കാനൊക്കെ പോകുമായിരുന്നു. ചെറിയ പൈസയും കിട്ടും. പഠിക്കുന്ന സമയത്ത് ലൈറ്റ് പിടിക്കാൻ പോയിരുന്നു. അവധിയുള്ള ദിവസങ്ങളൊക്കെ ലൈറ്റ് പിടിക്കാനൊക്കെ പോയിരുന്നു. അപ്പോൾ തൊട്ട് ക്യാമറയും ഇതിനോട് ഭയങ്കര ക്രേസ് ഉണ്ടായിരുന്നു. പക്ഷെ അത് ഈ സിനിമ അങ്ങനെയൊന്നും സ്വപ്നങ്ങളുള്ള ഇതില്ലാത്തതുകൊണ്ട് അങ്ങോട്ടൊന്നും പോയിട്ടില്ല. അത് ക്യാമറ ചെയ്യണം അങ്ങനെയൊക്കെയാണ്. പക്ഷേ സിനിമ എന്നല്ല, അത് പഠിക്കാൻ അങ്ങനെ ക്രേസ് ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ പ്ലസ് ടുവിലൊക്കെ പഠിച്ചപ്പോഴത്തേനും എൻ്റെ ചേച്ചി ആയിട്ട് എനിക്കൊരു ഹാൻഡി ക്യാം മേടിച്ചെന്ന് അതിൽ കുറേ വീഡിയോ ഒക്കെ എടുത്ത് സ്കൂളിൽ ടൂർ പോയപ്പോൾ അത് കുഴപ്പനായിരുന്നു സ്കൂളിൽ. അപ്പോൾ സാറന്മാർ നോക്കുമ്പോൾ ഞാൻ മറ്റേ ഇങ്ങനെ പെണ്ണുങ്ങളുടെ വീഡിയോ ഒക്കെ എടുക്കാണ്ട് ക്യാമറ ആയിട്ട് അങ്ങനെ തോട്ട്സ് ആയിരുന്നു അവർക്ക് കലിപ്പായിരുന്നു. പക്ഷേ അത് ടൂറൊക്കെ പോയിട്ട് വന്നിട്ട് ഞാനത് എഡിറ്റ് ചെയ്ത് ഫ്രണ്ട്സിനെ കാണിച്ച് അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ അന്ന് ടൂർ വന്ന് ഒരുപാട് പേര് എന്നോട് അതിൻ്റെ കോപ്പി ചോദിച്ചു. ഞാനൊരു 100 കോപ്പിയോളം അടുത്ത് സ്കൂളിൽ വിറ്റു. 50 രൂപയ്ക്ക് വിറ്റ് CD കോപ്പി എടുത്ത് വിറ്റ്.